വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ്. ഞാനും നീയും ഒന്നാണേ. എന്താ സൂര്യ, എന്താ നിന്റെ പ്രശ്നം? അമ്മ ചോദിച്ചു. എൻ്റെ അമ്മേ, ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ കരച്ചിലും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മയോട് ഞാനൊരു കാര്യം പറയാം. ഞങ്ങളെല്ലാവരും വിവാഹം കഴിച്ചത് തന്നെയാണ്. ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഏട്ടൻ മാറി നിൽക്കുന്നത്. അതിന് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അമ്മയ്ക്ക്? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞു തീർക്കട്ടെ. അതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? അതെ അമ്മേ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർക്കട്ടെ. നമ്മൾ ആരും അതിൽ ഇടപെടേണ്ട, വേദദേവൻ പറഞ്ഞു. അത് കേട്ടതും അച്ഛനും അതിനെ പിന്താങ്ങി. എന്നാൽ മുത്തശ്ശി ദേഷ്യത്തോടെ വംശിയെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ അഭിനയം കണ്ടിട്ട് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുത്തശ്ശിയുടെ മുഖത്തെ ദേഷ്യത്തിൽ നിന്നും കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്മൈലി ബോളിന്റെ ഞെക്കലും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി. അർജുൻ ഒരു പുഞ്ചിരിയോടെ വന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ആ സ്മൈലി വാങ്ങി. ഇതേ മുത്തശ്ശിക്ക് കൈക്ക് എക്സസൈസിന് വേണ്ടി തന്നതാ, അല്ലാതെ ദേഷ്യം തീർക്കാൻ വേണ്ടി തന്നതല്ല, അർജുൻ പറഞ്ഞു. എങ്ങനെ ദേഷ്യം തീർക്കാതിരിക്കുന്നത്? ഇല്ലെങ്കിൽ അവളെ ഞാൻ ഇതുപോലെ കഴുത്തു ഞെരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുട്ടികളുടെ ജീവിതം കലക്കിയിട്ട് അവളിവിടെ നിന്ന് അഭിനയിക്കുന്ന കണ്ടോ? അവളുടെ ആ പൂങ്കണ്ണീര് കാണുമ്പോൾ എനിക്ക് വരുന്ന ഒരു തരിപ്പുണ്ട്. മുത്തശ്ശി പതിയെ അർജുനോട് പറഞ്ഞു. മുത്തശ്ശി, നമുക്ക് വഴിയുണ്ടാക്കാം, അർജുൻ മുത്തശ്ശിയെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ആരും തന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലായ വംശി അവിടെ നിന്നും തിരിഞ്ഞ് നടന്നുപോയി. അവൾ പോയതും സൂര്യനും അർജുനും വേദവും കൂടി സൂര്യൻ്റെ റൂമിലേക്ക് ചെന്നു. അവിടെ ദേഷ്യത്തിൽ ബെഡിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന അനന്തനെ കണ്ടതും സൂര്യൻ അനന്തൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ അനന്തേട്ടാ ഇത്? നമ്മൾ പറഞ്ഞതല്ലേ അവൾ ഇതല്ല ഇതിനപ്പുറം കളിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇനി നമ്മുടെ ഗോകുലം തറവാട്ടിൽ അവൾക്ക് ഒരു ചാൻസ് കൊടുക്കരുത്. അതുകൊണ്ട് എല്ലാ രീതിയിലും അവളെ പൂട്ടണമെന്ന് പറഞ്ഞാൽ പോരാ, പുറം ലോകം അറിയാത്ത രീതിയിൽ ഇനി അവളുടെ സഹോദരൻ്റെ കൂടെ ജയിലിൽ കിടക്കട്ടെ. സഹോദരൻ ഒറ്റയ്ക്കാണെന്നുള്ള സങ്കടം സഹോദരിക്കും വേണ്ട, സൂര്യൻ പറഞ്ഞു. എന്നാൽ ദേഷ്യത്തിൽ വംശി റൂമിൽ നടക്കുകയായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൂര്യൻ ദേഷ്യപ്പെട്ടതും അനന്തൻ പറഞ്ഞതും എല്ലാം അവളെ ദേഷ്യത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അവളെ ബാധിച്ചത് സൂര്യൻ്റെ വാക്കുകളായിരുന്നു. അവൾ ഫോണെടുത്ത് വേഗം അവളുടെ ആളുകളെ വിളിച്ചു. എത്രയും പെട്ടെന്ന് മയൂരിയെ കണ്ടുപിടിക്കാനും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ അവളെ തൻ്റെ കൈക്കുള്ളിൽ എത്തിക്കണമെന്നും പറഞ്ഞു. അവൾക്ക് സൂര്യനോട് ദേഷ്യം തീർക്കാനായി, പകരം വീട്ടാനായി ആ സമയം മുന്നിൽ മയൂരിയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അച്ഛനും അമ്മയും മുറിയിലിരിക്കുകയായിരുന്നു. അമ്മയുടെ മുഖം ആകെ വിഷമത്തിലാണ്. സൂര്യനും അനന്തനും പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ. എന്തിനാ താൻ കുട്ടികളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? അച്ഛൻ സൂര്യൻ്റെ അമ്മയോട് ചോദിച്ചു. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഈ കുടുംബം ഇപ്പോഴും ഇങ്ങനെ നിൽക്കില്ല. ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ എത്താത്തത് പോലെ എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞത് കേട്ടതും അച്ഛൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ശരിയാണ് താൻ പറഞ്ഞത്. താൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുടുംബം ഇപ്പോഴും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് തനിക്കുള്ളൊരു കഴിവ്, ഒരു പ്രത്യേക കഴിവ് തന്നെയാണെന്ന് എനിക്കറിയാം. കുറ്റപ്പെടുത്തിയതല്ലടോ. കുട്ടികൾക്കിടയിലുള്ള കാര്യങ്ങൾ അത് മാത്രം നമ്മൾ ഇടപെടേണ്ട എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണോ മയൂരി മോളെ നഷ്ടപ്പെട്ടത് എന്നൊരു തോന്നൽ. സൂര്യനും മോളും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവൾക്ക് എന്നോട് എല്ലാം തുറന്നു പറയാൻ നല്ലൊരു അമ്മയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ പ്രശ്നം അവൾ എന്നോട് പറഞ്ഞേനെ എന്നൊരു തോന്നൽ എനിക്ക്. എൻ്റെ മോനിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ മോൻ അവളെ ഓർത്ത് ജീവിക്കുകയല്ലേ. അവരുടെ നല്ലൊരു ജീവിതമല്ലേ ഇല്ലാതാകുന്നത്. ഇപ്പോൾ എവിടെയായിരിക്കും? കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എന്തെങ്കിലും കാര്യമില്ലാതെ അവളിങ്ങനെ ചെയ്യില്ല. എനിക്കവളെ വെറുക്കാനും പറ്റുന്നില്ല. സൂര്യനോട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് പറയാനും പറ്റുന്നില്ല. അതുപോലെ അനന്തനും വംശിയുടെയും ജീവിതം അത് തന്നെ കണ്ടില്ലേ. ഒരു കുഞ്ഞിതുവരെയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. അവനിനി മറ്റെന്തെങ്കിലും ഇല്ല,
തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എൻ്റെ മക്കൾ ആരും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. നമുക്കുണ്ടായ 4 ആൺമക്കളാണ്. പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെയും കണ്ണീര് വീഴാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മയൂരി മോളെ പോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റിയതുപോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ ബന്ധുക്കളെല്ലാം മോളെ കുറ്റം പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുമുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം അവൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, അമ്മ പറഞ്ഞു. ഇനിയും മയൂരി മോള് തിരിച്ചു വന്ന താൻ അവളെ നമ്മുടെ സൂര്യൻ്റെ ഭാര്യയായിട്ട്, നമ്മുടെ മരുമകളായിട്ട് സ്വീകരിക്കുമോ? അച്ഛൻ ചോദിച്ചതും അമ്മ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, സ്വീകരിക്കും. കാരണം അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇനിയാണെങ്കിലും ഈ നിമിഷം വന്നാൽ പോലും ഞാൻ അവളെ എൻ്റെ സൂര്യൻ്റെ ഭാര്യയായിട്ടല്ല, എൻ്റെ മകളായിട്ട് തന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കും. അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് എൻ്റെ മക്കളെയും മരുമക്കളെയും. അത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയോട് സ്നേഹം തോന്നി. പക്ഷേ മരുമക്കളിൽ വംശി, അവളുടെ കാര്യം അറിയുമ്പോൾ അവൾക്ക് വല്ലാതെ വേദനിക്കും എന്ന് അയാൾക്ക് തോന്നി. കാരണം മക്കളെയും മരുമക്കളെയും ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൂടുതൽ ഭാര്യയെ ചേർത്ത് പിടിച്ചു. ഞാൻ കുറേ ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് ഒരു സംശയം. കുറച്ച് ദിവസങ്ങളായി ആ സംശയം ബലപ്പെടുന്നു. സൂര്യൻ്റെയും അനന്തൻ്റെയും അമ്മയുടെയും എല്ലാം പെരുമാറ്റം ഇന്നു മുതൽ അത് വേദവും അർജുനും കൂടി ആ കൂട്ടത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയേ, അവർ പറഞ്ഞു. മക്കളെയും മരുമക്കളെയും ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന, ഇത്രയും മനസ്സിലാക്കിയ അവരോട് അധികനാൾ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു മരുമകളെ നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് 2 മരുമക്കളെയാണ് കിട്ടുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അച്ഛന് സന്തോഷം തോന്നി. പക്ഷേ അത് സൂര്യനോട് പറയാതെ, സൂര്യനും മറ്റുള്ളവരും അറിയാതെ ഭാര്യയോട് തുറന്നു പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. വംശി അവളെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ സന്തോഷകരമായ കുടുംബത്തിൽ നിന്നും ഇറക്കി വിട്ടാൽ മാത്രമേ തങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ സൂര്യനും അനന്തനും വേദവും അർജുനും ആരായിരിക്കും വംശിയെ സഹായിക്കുന്നത് എന്ന് അറിയാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. സൂര്യൻ വംശിയുടെ ഫോൺ ട്രാക്ക് ചെയ്തെങ്കിലും അവൾ വിളിക്കുന്നത് മുഴുവൻ അവളുടെ ആളുകളെയാണ്, ഗുണ്ടകളെയാണ്, അവളുടെ സഹായികളെ. പക്ഷേ ഇതുവരെയും അവൾ നേരിട്ട് മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നത് സൂര്യന് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് മയൂരി സൂര്യനെ ഫോണിൽ വിളിക്കുന്നത്. അവൻ ഫോൺ എടുത്തതും മയൂരിയുടെ ശബ്ദത്തിൽ മാറ്റം തിരിച്ചറിഞ്ഞു. എന്തുപറ്റി? സൂര്യൻ ചോദിച്ചു. സൂര്യട്ടാ, മോൾക്ക് പനിക്കുന്നോ? പെട്ടെന്ന് സൂര്യൻ ചാടി എഴുന്നേറ്റു. ഞാൻ വരാം. ഭവ്യ മുകളിലെ ഡോറ് തുറക്കാൻ പറയും. സൂര്യൻ വേഗം മുകളിലേക്ക് കയറി ചെന്നു. വലിയൊരു ടവലിൽ പൊതിഞ്ഞ് മയൂരി കുഞ്ഞിനെയും പിടിച്ച് ഇരിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അവൻ്റെ പുറകെ തന്നെ അനന്തനും വേദവും അർജുനും ചെന്നു. ഏട്ടാ, മോള്, സൂര്യൻ പറഞ്ഞതും മയൂരി കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. അർജുൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ, ശരിയാണ്, പനിക്കുന്നുണ്ട്. മോളുടെ മെഡിസിൻ വല്ലതും ഇരിക്കുന്നുണ്ടോ? അർജുൻ ചോദിച്ചു. ഇല്ല, മോൾക്ക് അങ്ങനെ പനിയും മറ്റൊന്നും ഇതുവരെയും വന്നിട്ടില്ല, അവൾ പറഞ്ഞു. ഒരു കാര്യം ചെയ്, ഞാൻ മെഡിസിൻ ഏതാന്ന് എഴുതി തരാം, നീ പോയി വാങ്ങിയിട്ട് വാ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം ഏട്ടാ, സൂര്യൻ പറഞ്ഞു. വേണ്ട, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വേദവ് എഴുന്നേറ്റു. ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞ് അനന്തന് പുറത്തേക്ക് ഇറങ്ങി. അവർ ഇറങ്ങിയതും അർജുൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സൂര്യൻ ഡോറടച്ചു. കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. എപ്പോഴും തൻ്റെ സാമീപ്യം അറിയുമ്പോൾ കണ്ണ് ചിമ്മി തുറക്കാറുള്ളതാണ്. ഇന്ന് അപ്പോഴും നല്ല ഉറക്കമാണ്. മുഖമെല്ലാം ചുവന്നിരിക്കുന്നു. കാണുമ്പോൾ തന്നെ സൂര്യന് സങ്കടം തോന്നി. പക്ഷേ മയൂരിയുടെ വിഷമം കണ്ടപ്പോൾ അവന് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അവൻ്റെ സങ്കടത്തെ അവൻ്റെ ഉള്ളിൽ ഒതുക്കി. വേദവും അനന്തനും പുറത്തേക്കിറങ്ങിയതും എവിടെ പോകുന്നവര്? അച്ഛൻ ചോദിച്ചു. അത് പിന്നെ അച്ഛാ, മോൾക്ക് നല്ല പനി. അയ്യോ, എൻ്റെ കുഞ്ഞ്! പെട്ടെന്ന് അച്ഛൻ ചാടി എഴുന്നേറ്റിക്കൊണ്ട് ചോദിച്ചു. അച്ഛ, പതിയെ, മോൾക്ക് ചെറിയൊരു പനി, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് മോളെ കാണണം. നീ സൂര്യനെ വിളിക്ക്, കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുവരാൻ പറ. അച്ഛൻ പറഞ്ഞതും വേദവ് അനന്തനെ നോക്കി. നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വേഗം പോയി മരുന്ന് വാങ്ങിയിട്ട് വാ, ഞാൻ സൂര്യനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫോണെടുത്ത് സൂര്യനെ വിളിച്ചു. പിന്നെ മുത്തശ്ശിയോടും കാര്യം പറഞ്ഞു. മുത്തശ്ശിയും അച്ഛനും കൂടി വേഗം സൂര്യൻ്റെ റൂമിലേക്ക് ചെന്നു. സൂര്യൻ കുഞ്ഞിനെയും എടുത്ത് താഴേക്ക് ഇറങ്ങിയിരുന്നു.
കൂടെ മയൂരിയും ഉണ്ടായിരുന്നു. ബെഡിൽ വാടിത്തളർന്ന് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും അച്ഛനും മുത്തശ്ശിയും വേഗം അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ തൊട്ടു നോക്കിയപ്പോൾ, അയ്യോ നല്ല പനിയുണ്ടല്ലോ മോളെ, പെട്ടെന്ന് എന്താ പറ്റിയേ? മുത്തശ്ശി ചോദിച്ചു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മുത്തശ്ശി. ഇപ്പോൾ പാല് കുടിക്കാനെടുത്തപ്പോൾ നല്ല ചൂട് തോന്നി എനിക്ക്. അപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോഴാണ് പനിയാണെന്ന് മനസ്സിലായത്. എന്തായാലും മോള് കരയാതെ, വിഷമിക്കാതെ. മയൂരി കരയുന്നത് കണ്ടതും മുത്തശ്ശി അവളെ ആശ്വസിപ്പിച്ചുവെങ്കിലും മുത്തശ്ശിക്കും സങ്കടമുണ്ടായിരുന്നു. അച്ഛനും കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അല്ല, ഇവിടെയുള്ളവരെ ആരും കാണുന്നില്ലല്ലോ, എല്ലാവരും കൂടി ഇത് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചുകൊണ്ടാണ് സീത ഹാളിലേക്ക് വരുന്നത്. ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അർജുൻ. നീ മുത്തശ്ശിയെയും അച്ഛനെയും കണ്ടോ? സീത ചോദിച്ചതും അവരവിടെ ഉണ്ടായിരുന്നല്ലോ, പുറത്തെങ്ങാനും ഉണ്ടാവും, അർജുൻ പറഞ്ഞു. ഇല്ല, ഞാൻ പുറത്ത് നോക്കി, കാണുന്നില്ല. അത് മാത്രമല്ല, ഈ സൂര്യനും ആനന്ദനും എവിടെ പോയിരിക്കുക? അവരെയും കാണുന്നില്ലല്ലോ ഇവിടെ, സീത ചോദിച്ചു. അത് അവർ പുറത്തേക്ക് പോയിരിക്കുക, അർജുൻ പറഞ്ഞു. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീത ചോദിച്ചു. ഇല്ല എടുത്തി, ഒരു വിഷയവുമില്ല. പെട്ടെന്ന് കുഞ്ഞി കരയുന്ന ശബ്ദം അർജുൻ കേട്ടത്. സീതയും അത് കേട്ടെന്ന് അവന് മനസ്സിലായി. മുറിയിൽ കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ കുടിക്കുന്നില്ല, കരയുകയാണ്. അതുകൂടി ആയതും മയൂരിക്ക് ടെൻഷനായി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ആരെങ്കിലും വന്നാൽ എന്തു ചെയ്യും? അവൾക്ക് അതും ഒരു പേടിയായി. കുഞ്ഞിനെ അവൾ കുറേ നേരം പാല് കുടിപ്പിക്കാൻ നോക്കി. മോളെ, പനി ആയതുകൊണ്ടായിരിക്കും പാല് കുടിക്കാത്തത്, മുത്തശ്ശി പറഞ്ഞു. എല്ലാവരും അറിയില്ലേ മുത്തശ്ശി? അതോർക്കുമ്പോൾ മോള് ടെൻഷൻ ആവണ്ട, ഇനി അറിഞ്ഞാലും കുഴപ്പമില്ല, കുഞ്ഞിന് വയ്യാത്തത് കൊണ്ടല്ലേ, മുത്തശ്ശി പറഞ്ഞു. അതേ തീരുമാനം തന്നെയായിരുന്നു സൂര്യനും അച്ഛനും. ഇനി കുഞ്ഞ് കരഞ്ഞെന്ന് പറഞ്ഞാലും ആരെ കേട്ടാലും ഒരു കുഴപ്പമില്ല എന്ന് തന്നെ അവർ എല്ലാവരും തീരുമാനിച്ചു. ഇതെവിടുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്? ഇതെവിടുന്നാണാവോ? സീത ചോദിച്ചതും അത് പിന്നെ ഏട്ടത്തി, ചിലപ്പോൾ സതീഷേട്ടൻ്റെ കുഞ്ഞായിരിക്കും. സതീഷേട്ടൻ്റെ ചെറിയ കുട്ടികളുടെ ഇല്ലേ, കുട്ടിയുടെ കരച്ചിലായിരിക്കും, അർജുൻ പറഞ്ഞു. നീ എന്താ പറയുന്നത്? ഇത് ചെറിയ കുഞ്ഞിൻ്റെ കരച്ചിലാണല്ലോ. സതീഷേട്ടൻ്റെ കുഞ്ഞ് 3-4 വയസ്സുള്ള കുട്ടിയല്ലേ? ആ കുട്ടി കരയുന്ന പോലെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒരു ഡോക്ടറല്ലേ, എന്നിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? സീത ദേഷ്യത്തോടെ ചോദിച്ചു. എന്നാൽ അർജുൻ്റെ മുഖത്തെ പരിഭ്രമം അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് വേഗം അനന്തനും വേദവും ഓടി വന്നത്. ഇവരിതെവിടെ പോയതാ? അല്ല, നിങ്ങളിതെവിടെ പോയിട്ട് വരികയാ? വെപ്രാളത്തോടെ അകത്തേക്ക് കയറി വരുന്ന അനന്തനെയും വേദവിനെയും നോക്കിക്കൊണ്ട് സീത ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ പുറത്തു പോയതാ. അപ്പോഴാണ് അവരും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. നിങ്ങൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേട്ടു, വ്യക്തമായി കേട്ടു. ഇവിടെ എവിടെന്നാ കേൾക്കുന്നത്? അത് പിന്നെ ഏട്ടത്തി, ചിലപ്പോൾ സതീഷേട്ടൻ്റെ കുഞ്ഞായിരിക്കും. ദേ അടുത്തത്, ഇവനും അത് തന്നെയാ പറയുന്നത്. ഇത് ചെറിയൊരു കുഞ്ഞിൻ്റെ കരച്ചിലാണ്, സീത വീണ്ടും വാദിച്ചു. നീ ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ എന്തിനാ? ഇവിടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളായിരിക്കും. ഇവിടെ അടുത്ത് വീടോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? നീ പോയി എന്തെങ്കിലും ചെയ്തേ, ആകെ ഭ്രാന്തെടുത്ത് നിൽക്കാം ഞങ്ങൾ, വേദവ് ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ നിങ്ങളുടെ മുഖമെല്ലാം വല്ലാതെ പേടിച്ചിരിക്കുന്നത് പോലെ? എന്തൊക്കെയോ പരിഭ്രമം പോലെ തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കും. എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീത ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വേഗം അനന്തൻ സൂര്യൻ്റെ റൂമിലേക്ക് പോയി. ഏട്ടത്തി ചോദിച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട്. അതൊന്നും കാര്യാക്കണ്ട, നീ മരുന്നെടുക്ക്, അച്ഛൻ പറഞ്ഞു. വേഗം മരുന്ന് പൊട്ടിച്ച് മയൂരി കുഞ്ഞിന് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തതും കരച്ചിൽ കൂടിക്കൂടി വന്നു. ഒരു തുണി നനച്ച് തുടക്കാന്ന് വെച്ചാൽ പറ്റില്ലല്ലോ, തണുപ്പല്ലേ, കുഞ്ഞിന് പറ്റില്ല. അപ്പോഴാണ് സൂര്യൻ്റെ റൂമിൻ്റെ വാതിലിൽ മുട്ട് കേട്ടത്. അത് ഏട്ടനായിരിക്കും, ഞാൻ ചെന്ന് തുറക്കാം എന്ന് പറഞ്ഞ് വേദവ് ആയിരിക്കുമെന്ന് കരുതി അനന്തൻ വാതിൽ തുറന്നപ്പോൾ വാതിലിൽ മുന്നിൽ നിൽക്കുന്ന സീതയെ കണ്ടതും അവനൊന്ന് ഞെട്ടി. സീതയുടെ അടുത്ത് തന്നെ വേദവും അർജുനുമുണ്ട്. നീ വേഗം അകത്തേക്ക് കയറി സീത എന്ന് പറഞ്ഞ് വേദം സീതയെ അകത്തേക്ക് കയറ്റി വേഗം വാതിലടച്ചു. മയൂരിയെയും കയ്യിൽ കുഞ്ഞുമായിരിക്കുന്ന അവളെ കണ്ടതും സീതയുടെ കണ്ണുകൾ വിടർന്നു. മയൂരി എന്ന് വിളിച്ച് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ടവലിൽ ചുവന്ന തൊടുത്ത് റോസാപ്പൂവിനെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ സീത കാണുന്നത്. നമ്മുടെ കുഞ്ഞാണോ? സീത കണ്ണു നിറച്ച് ചോദിച്ചതും മയൂരി കരഞ്ഞുകൊണ്ട് അതേ എന്ന് തലയണക്കി. പനിയാണോ മോൾക്ക്? അതേ എന്ന് പറഞ്ഞ് മയൂരി കരഞ്ഞു. നീ
നീ കരയാതെ എന്ന് പറഞ്ഞ് സീത വേഗം കുഞ്ഞിനെ വാങ്ങി. എത്രയായി? അവൾ ചോദിച്ചു. 3 മാസം കഴിഞ്ഞു, മയൂരി പറഞ്ഞു. അവൾ പതിയെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. കണ്ണ് തുറന്നാണ് കരയുന്നത്. കരച്ചിൽ നിൽക്കുന്നില്ലല്ലോ. പാല് കൊടുത്തു നോക്ക്. ഞാൻ കൊടുത്തു, കുടിക്കുന്നില്ല. നീ ഇപ്പോൾ മരുന്ന് കൊടുത്തില്ലേ? ഇനി നീ ഒന്ന് കൊടുത്തു നോക്ക്, സീത പറഞ്ഞ് അവൾ കുഞ്ഞിനെ മയൂരിയുടെ മടിയിലേക്ക് മേടിച്ചു. തിരിഞ്ഞിരുന്ന് പാല് കൊടുത്തു. കരഞ്ഞ് കരഞ്ഞ് പതിയെ പാല് കുടിച്ച് മോൾ ഉറങ്ങി. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. ആ സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. ഞാൻ ഒരാളെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അനന്തൻ വേഗം ലാഡർ വഴി മുകളിലേക്ക് കയറി. താഴേക്ക് ഭവ്യയെ കൂട്ടിയിട്ട് വന്നു. പിന്നീട് എല്ലാ കാര്യങ്ങളും അവർ സീതയോട് പറഞ്ഞു. എല്ലാം കേട്ടതും അവൾക്ക് ദേഷ്യം കൊണ്ട് മുഖമെല്ലാം വലിഞ്ഞു മുറുകാൻ തുടങ്ങി. വംശി, അവൾ കൂട്ടത്തിൽ നിന്ന് ചതിക്കുകയായിരുന്നല്ലേ? സീത ദേഷ്യത്തിൽ ചോദിച്ചതും വേദവ് സീതയെ ചേർത്ത് പിടിച്ചു. ദേഷ്യം വന്നാൽ സീതയെ പിടിച്ചാൽ കിട്ടില്ല എന്ന് അവനറിയാം. വക്കീലായാലും ആൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പോലും പിടിച്ചാൽ കിട്ടാറില്ല. നമ്മുടെ കുഞ്ഞ് നമ്മുടെ തറവാട്ടിലെ ആദ്യത്തെ പെൺകുഞ്ഞല്ലേ? അവൾ ആ തറവാട്ടിലല്ലേ ജനിക്കേണ്ടിയിരുന്നത്? ഇതിപ്പോൾ ആരും അറിയാതെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കുഞ്ഞ് കരയുമ്പോൾ എല്ലാം പേടിച്ച് നമ്മളിങ്ങനെ എത്ര നാൾ ഇങ്ങനെ ഈ റൂമിൽ നിൽക്കും? സീത സൂര്യനെ നോക്കി ചോദിച്ചു. അവളെ ഒന്ന് പിടിച്ച് അകത്തിടുന്നത് വരെ. അതുവരെ മാത്രമേ എൻ്റെ പെണ്ണിനും എൻ്റെ കുഞ്ഞിനും ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടി വരികയുള്ളൂ, സൂര്യൻ പറഞ്ഞു. പിന്നീട് കുറച്ചു നേരം എല്ലാവരും സംസാരിച്ചു. ഭവ്യയെ സീത ചേർത്ത് പിടിച്ചു. അത് അനന്തനും ഒരുപാട് സന്തോഷം തോന്നി. സന്തോഷമായി. കുഞ്ഞുറങ്ങി എന്ന് കണ്ടതും സീത മയൂരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. കുറേ നേരം ബെഡിലിരുന്ന് കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരുന്നു. അതെ, ഇനി എല്ലാവരും കൂടി ഇവിടെ ഇരിക്കേണ്ട. നമ്മളെ കാണാതായ അന്വേഷിക്കും. എല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ, അനന്തൻ പറഞ്ഞു. നിങ്ങൾ പോയിക്കോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നോളാം. എനിക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് നിന്ന് പോരാൻ തോന്നുന്നില്ല, സീത പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. സീതയും മയൂരിയും ഭവ്യയും റൂമിൽ തന്നെ ഇരുന്നു. മുത്തശ്ശിക്കും പോകാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു. സൂര്യനും അച്ഛനും നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ കൂടി സത്യങ്ങളെല്ലാം അറിഞ്ഞു. സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഇനി അറിയാനുള്ളത് രക്ഷയും അമ്മയും കൂടിയാണ്. അവരെ കൂടി കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്ന് സൂര്യൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പെണ്ണിനും കുഞ്ഞിനും ഭവ്യയ്ക്കും ഇങ്ങനെ വീർപ്പുമുട്ടി ഒരു മുറിയിൽ തന്നെ അടച്ചിരിക്കേണ്ടി വരില്ല എന്ന് സൂര്യന് തോന്നി. സൂര്യനത് പറഞ്ഞതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. ഹായ്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായിരുന്നു. അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.